നമുക്കറിയാം ശതകോടീശ്വരനാണ് മുകേഷ് അംബാനി. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. അതിലൊരാളാണ് ആകാശ് അംബാനി എന്ന് പറയുന്നത്. 31കാരനായ ആകാശ് അംബാനി ഇപ്പോൾ റിലയൻസ് ജിയോ ഇൻഫോകോമിൻ്റെ ചെയർമാനാണ്. ഒരു ദിവസം ഈ ആകാശും വീട്ടിലെ വാച്ച്മാനും തമ്മിൽ വലിയൊരു ശണ്ടയുണ്ടായി. ചകട വലിയൊരു തർക്കമാണ്. ആകാശിന് കലി സഹിക്കാൻ പറ്റില്ല. വാച്ച്മാനെ നല്ല ഉച്ചത്തിൽ ചീത്ത വിളിച്ചു. ഇത് കേട്ടുകൊണ്ടാണ് അച്ഛൻ മുകേഷ് അംബാനി ഇറങ്ങി വരുന്നത്. അദ്ദേഹം മകനെ കൂട്ടിക്കൊണ്ടുപോയി മുറിയിലിരുത്തി. വാച്ച്മാനോട് മോശമായ രീതിയിൽ പെരുമാറിയത് നന്നായില്ല, വളരെ മോശമായി പോയി, അയാളോട് ക്ഷമ ചോദിക്കണം, മകനോട് കർക്കശമായി ഈ മുകേഷ് അംബാനി പറയുന്നു. അപ്പോൾ വേറെ മാർഗമൊന്നുമില്ലാത്തതുകൊണ്ട് ഈ ആകാശ് അംബാനി വാച്ച്മാനോട് ക്ഷമ ചോദിച്ചു. എനിക്ക് അബദ്ധം പറ്റി, ഞാനതൊന്നും അങ്ങനെ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു മാപ്പ് ചോദിക്കണമെന്ന് എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു. ആ മുകേഷ് അംബാനിയുടെ ഉപദേശം എന്തായിരുന്നു അറിയാമോ? ഒരുപാട് പണം കയ്യിലുണ്ടെന്ന് കരുതി ആരോടും എന്തുമാകാം എന്നൊരു ധാരണ പാടില്ല എന്ന് മകനെ മുകേഷ് അംബാനി ഉപദേശിച്ചു. ഈ പ്രവൃത്തിയിലൂടെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തും അത് തന്നെയാണ്. നമുക്ക് ചിലപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഏടിപ്പടികളിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയെന്ന് വരും. അതുകൊണ്ട് താഴെയുള്ള ആളുകളെ ചവിട്ടിത്തേക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല എന്ന് ശതകോടീശ്വരൻ കൂടിയായ മകൻ ആകാശ് അംബാനിയെ അദ്ദേഹം പഠിപ്പിക്കുകയായിരുന്നു പരോക്ഷമായി. എത്ര വലിയ സ്ഥാനത്താണെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര സ്വാധീനമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മാന്യമായി പെരുമാറാൻ നമുക്ക് കഴിയണം. പെരുമാറ്റമാണ് ഏതൊരു മനുഷ്യൻ്റെയും സൗന്ദര്യം, ഏറ്റവും വലിയ സമ്പത്തും അത് തന്നെയാണ്. പണ്ട് സാഹിത്യവാരഫലം എഴുതിയ എം കൃഷ്ണദാരി സാറ് പറഞ്ഞിട്ടുണ്ട്, അതിസുന്ദരിയായ ഒരു സ്ത്രീ ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും. നമ്മുടെ അടുത്തെത്തി കഴിയുമ്പോൾ നല്ല പുളിച്ച തെറിയാണ് അവർ പറയുന്നെങ്കിൽ അവരുടെ സൗന്ദര്യം അപ്പാടെ നശിച്ചു പോകും. അപ്പോൾ ഈ സൗന്ദര്യവും ഒക്കെ തന്നെ ഏറ്റവും വലുതെന്ന് കരുതുന്ന നല്ല പെരുമാറ്റമാണ്. അപ്പോൾ നല്ല പെരുമാറ്റത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ആ നല്ല പെരുമാറ്റമുള്ളവരെ ജനം തിരിച്ചറിയുകയും ചെയ്യും.